ജോക്കർ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് അവനിക്കുട്ടി എന്ന് ടോപ്പ് The show must go on. മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ കെ.എസ്. ചിത്ര ആലപിച്ച ഗാനമാണ് So magically, so tremendously beautifully. മൂടൽമഞ്ഞ് എന്ന പഴയകാല ചിത്രത്തിലെ ഗാനവുമായാണ് എസ്തർ എന്ന ടോപ്പ് സിംഗർ. വളരെ നന്നായിട്ട് പാടി, നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഉഷ ഖന്നയുടെ സംഗീതത്തിലെ ജാനകിയമ്മ ആലപിച്ച ഗാനമാണ് താരം. പാട്ട് പാടുകയല്ല, പാട്ട് അനുഭവിക്കുകയാണ്. ഒരു റയർ ടാലന്റിനെയാണ് കാണുന്നത്. ചാമരം എന്ന ചിത്രത്തിലെ ജാനകിയമ്മ ആലപിച്ച ഗാനവുമായാണ് എസ്തർ എന്ന ടോപ്പ് സിംഗർ വേദിയിൽ. സൂപ്പർ വോയിസ്. പാടുമ്പോഴത്തേക്കും ചെറിയ ടെൻഷൻ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിറം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ഡുയറ്റ് ജിതയും ശ്രീയക്കുട്ടിയും ഒരാൾ ബി മറ്റേത്. ഈ എന്തൂസിയാസം ഉണ്ടല്ലോ, അതിന് ആദ്യത്തെ ശുക്രിയ. വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ കെ.ജെ. യേശുദാസ് ശബ്ദവും ചേർന്നാൽപ്പിച്ച ഗാനം. ഡാൻസ് കളിക്കാൻ ചമ്മലുള്ള കുട്ടി എങ്ങനെ ഇന്ന് ഡാൻസ് എല്ലാം കളിച്ചു? ചേട്ടാ അത് പണ്ട്. പ്രേംപൂജാരി എന്ന ചിത്രത്തിൽ കെ.എസ്. ചിത്ര ആലപിച്ച മനോഹര ഗാനവുമായാണ് വളരെയധികം ഇന്നസെൻസ് ക്യാരി ചെയ്യുന്ന ഒരു ശബ്ദമാണ് അമൃതക്കുട്ടിയിൽ. ജൂലൈ 4 എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും സേതാമോഹനും ചേർന്നാലപിച്ച ഗാനവുമായാണ് ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ. പാട്ട് മൊത്തത്തിൽ വളരെ നന്നായിട്ട് പാടി. പക്ഷേ ഗ്രാമഫോൺ എന്ന ചിത്രത്തിൽ കെ.ജെ. യേശുദാസും സുജാത മോഹനും ചേർന്നാലപിച്ച ഗാനവുമായാണ് സാരംകുട്ടനാണ് നമ്മുടെ വീട്ടിന്റെ ഐശ്വര്യം. അപരാധി എന്ന പഴയകാല ചിത്രത്തിലെ ഗാനവുമായാണ് തിരുക്കുട്ടി എന്ന ടോപ്പ് സിംഗർ വേദിയിലെത്തിയത്. തുമ്പിക്കുട്ടി തന്നെയാണോ ഇത്? മുത്തശ്ശി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ശിവകാമിക്കുട്ടി എന്ന ഇന്ന് കുഞ്ഞു പാടിയപ്പോ ഞാൻ എന്റെ അച്ഛനെ ഓർത്തെന്നുള്ളതാണ്. പി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ പി ജയചന്ദ്രൻ ആലപിച്ച ഗാനമാണ് താരം. ഇത്രയും വർഷം സംഗീതം ചെയ്തു, സംഗീതം പഠിച്ചു എല്ലാം, പക്ഷെ ഇത്തരം ടാലന്റിന് മുമ്പിൽ നമ്മൾ പൂജ്യമാവാം. പിന്നെ